നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം ഗവർണറെ നിലപാട് അറിയിച്ച് മുഖ്യമന്ത്രി. ഗവർണർക്ക് കത്ത് നൽകി. വിഷയത്തിൽ മുഖ്യമന്ത്രി ആദ്യം മൗനത്തിന്റെ വാഗ്മീതിയായിരുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം സർക്കാരിനെതിരെയുള്ള ജനവിധിയാണെന്ന് പറയാനാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉപതെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദന് പരോക്ഷ വിമർശനം. 2047 ഇസ്ലാമിക് ഭരണഘടന, ജുഡീഷ്യറിയിലും സായുധ സേനകളിലും സ്വാധീനം. PFIയുടെ പദ്ധതി വിവരങ്ങൾ ലഭിച്ചെന്ന് NIA. സംസ്ഥാനത്ത് മഴ കനയ്ക്കുന്നു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. ചൂരൽമലയിലെ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് പാലം വഴിയുള്ള യാത്ര നിരോധിച്ചു. വാർത്തകൾ വിശദമായി. കാവിക്കോടിയേന്തിയ ഭാരതാംബ ചിത്രം ഗവർണറെ നിലപാട് അറിയിച്ച മുഖ്യമന്ത്രി. ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി. ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സർക്കാർ പരിപാടികളിൽ ഇത്തരം ചിത്രങ്ങൾ പാടില്ലെന്ന് ഓർമ്മപ്പെടുത്തൽ. ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. ഔദ്യോഗിക പരിപാടിയിൽ ഇത് കർശനമാക്കണം. ഇതിന് വിരുദ്ധമായ ആ സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ ചൂണ്ടിക്കാട്ടി. M5 ന്യൂസ്, തിരുവനന്തപുരം. ഭാരതാംബ വിഷയത്തിൽ മുഖ്യമന്ത്രി ആദ്യം മൗനത്തിന്റെ വാഗ്മീതിയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭാരതാംബ വിഷയത്തിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കാൻ വൈകിയതിനെ തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണർ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും രാജ്ഭവനെ മതപ്രചരണത്തിനുള്ള വേദിയാക്കി മാറ്റരുതെന്നും കേരളത്തെ വലിയൊരു സംഘർഷത്തിലേക്ക് നയിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദിയാക്കി മാറ്റരുത്. ഗവർണറുടെ പരിപാടികൾ, ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദികളാക്കി മാറ്റരുത്. രാജ്ഭവനും അതാകരുത്, അദ്ദേഹത്തിന്റെ പരിപാടികളും അങ്ങനെയായി മാറരുത്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് തുടരാം. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ അതിന് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. അദ്ദേഹം RSSകാരനാണെങ്കിൽ RSSകാരനായി തുടരാം. രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യം തുടരാം. പക്ഷെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് ആ രാഷ്ട്രീയ താല്പര്യങ്ങളും മത താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഗവർണർ ചെയ്യാൻ പാടില്ല. ഇത് മതേതര കേരളമാണ് എന്ന് ഗവർണറെയും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമാണ്. ഇപ്പൊ കൊടുത്തത് നന്നായി, പക്ഷെ വൈകിപ്പോയി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടെങ്കിലും അത് പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധിയാണെന്ന് പറയാനാകില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഫേസ്ബുക്കിലൂടെയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ അടിത്തറയ്ക്കൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്നാണ്. ഒരു വശത്ത് മുസ്ലിം മതരാഷ്ട്രവാദികളുടെ വോട്ട് കരസ്ഥമാക്കിയ UDF, മറുവശത്ത് BJPയുടെ വോട്ട് നേടിയെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് 11,077 വോട്ടുകൾക്കാണ് LDFന്റെ M സ്വരാജിനെ പരാജയപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, M5 ന്യൂസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരോക്ഷ വിമർശനം. RSS പിന്തുണ പരാമർശത്തിലാണ് ഗോവിന്ദന്റെ പേര് പറയാതെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P രാജീവും എളമരം കരീമും വിമർശിച്ചത്. നിലമ്പൂരിൽ മാത്രമല്ല, പാർട്ടിയെ കാലങ്ങളോളം ഈ വിവാദം വേട്ടയാടുമെന്നും P രാജീവും എളമരം കരീമും വിമർശിച്ചു. അൻവറിനെ വേണ്ടവിധം ഗൗരവത്തിലെടുക്കാത്തത്, പാർട്ടി വോട്ട് ചോർച്ച എന്നിവയിലും വിലയിരുത്തലുണ്ടായി. ഗൗരവമായ പരിശോധന ആവശ്യമാണെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് തെരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങിവെച്ചത്. നിലമ്പൂരിൽ വോട്ടുകളിൽ വിള്ളലുണ്ടായിട്ടില്ലെന്നും പാർട്ടി വോട്ടുകൾക്കപ്പുറത്ത് നിന്ന് വ്യക്തിപരമായി സ്വരാജ് 10,000 വോട്ടെങ്കിലും നേടിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ പിന്നീട് സംസാരിച്ച നേതാക്കൾ ഈ വാദത്തെ എതിർത്തു. പാർട്ടിക്ക് 70,000-നടുത്ത വോട്ടുകൾ നിലമ്പൂരിലുണ്ടെന്നും ഈ വോട്ടുകൾ ലഭിക്കാത്തത് പാർട്ടി വോട്ടുകളിൽ വിള്ളലുണ്ടായി എന്നതിൻ്റെ സൂചനയാണ് എന്നുമായിരുന്നു ഇവരുടെ അഭിപ്രായം. മുഖ്യമന്ത്രിയാണ് അൻവറിനെ ഗൗരവത്തിലെടുത്ത വിമർശിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞത്. അൻവറിന്റെ ശക്തി മനസ്സിലാക്കുന്നതിൽ പാർട്ടി പൂർണ്ണമായും പരാജയപ്പെട്ടു. അൻവറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആർക്കും പ്രചാരണം നടത്താനും കഴിഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അൻവറിന് മറുപടി കൊടുക്കാത്തത് പാർട്ടിക്ക് വലിയ തിരിച്ചടി സൃഷ്ടിച്ചുവെന്ന മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലും സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിരുന്നു. M5 ന്യൂസ്, തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. പട്ടം SCT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന VSന്റെ ആരോഗ്യനിലയെപ്പറ്റി 11:30 ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് വിവരങ്ങൾ. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം ഉണ്ടാകണമെന്നും രക്ഷിതാക്കൾ കുട്ടികളുടെ കൂടെ നിൽക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ക്യാമ്പയിൻ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം ഉണ്ടാകണമെന്നും
അത് കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരണ വേദിയിൽ ലഹരിയുടെ ദൂഷ്യ ഉപയോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കുട്ടികളുടെ ലഹരി ഉപയോഗം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസം ആദ്യമാണ് നിങ്ങളെല്ലാവരും പുതുവർഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ എത്തിച്ചേർന്നു. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് എന്തിനാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം പഠിക്കാൻ തന്നെയാണ്. അതോടൊപ്പം കൂട്ടുകാരെ കാണാൻ സാധിക്കും. സ്കൂൾ ജീവിതത്തിൻ്റെ ഭാഗമായി നല്ല തോതിൽ വിവേകം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഇത്തരം കാര്യങ്ങളെ ആകെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു മഹാവിപത്താണ് ലഹരി എന്നത്. ഇതിൻ്റെ ആപത്ത് വിവേകം, സൗഹൃദം, അറിവ് എല്ലാം നശിപ്പിക്കുമെന്ന ഒരു മാരക വിപത്താണിത്. ആ മാരക വിപത്തിനെതിരെ ഇന്നു മുതൽ നാം ഒരു പോരാട്ടം ആരംഭിക്കുകയാണ്. ലോകത്തെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന മഹാവിപത്താണ് ലഹരിയെന്നും ലഹരിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ടെന്നും കുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ നമ്മുടെ സമൂഹത്തിൽ പതിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി എന്ന വിപത്തിനെ തടയാൻ കുട്ടികൾ തന്നെ പോരാളിയാവണമെന്നും അതിന് നാം ഒരുമിച്ച് പോരാടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. M5 ന്യൂസ്, തിരുവനന്തപുരം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കൈകോർത്ത നടൻ മമ്മൂട്ടി. കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനാണ് സർക്കാരുമായി സഹകരിച്ച ടോക്ക് ടു മമ്മൂട്ടി എന്ന പേരിൽ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. ലഹരിക്കെതിരെ നിങ്ങൾക്കൊപ്പം ഒറ്റ ഫോൺ കോളിനപ്പുറത്ത് ഇനി മമ്മൂട്ടി ഉണ്ടാകും. ലഹരിമരുന്ന് ഉപയോഗത്തെയും കച്ചവടത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ഫോണിലൂടെ കൈമാറാനുള്ള സംവിധാനമാണ് ടോക്ക് ടു മമ്മുക്ക. ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യുക സാക്ഷാൽ മമ്മൂട്ടിയുടെ ശബ്ദമാകും. സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ കൂടി സഹകരണത്താലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഫോണിൽ ലഭിക്കുന്ന വിവരങ്ങൾ കെയർ ആൻഡ് ഷെയർ എക്സൈസ് വകുപ്പിന് കൈമാറും. വിവരങ്ങൾ കൈമാറുന്നവരുടെ വിശദാംശം തീർത്തും രഹസ്യമായി സൂക്ഷിക്കും. ലഹരിയുടെ പിടിയിലായവർക്ക് കൗൺസിലിംഗ് ആവശ്യമെങ്കിൽ ആലുവ രാജഗിരി ആശുപത്രിയുടെ ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗത്തിന്റെ മുഴുവൻ സമയം സേവനവും സൗജന്യമായി പദ്ധതിയിൽ ലഭ്യമാണ്. മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. SDP നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറണമെന്ന പോപ്പുലർ ഫ്രണ്ട് പദ്ധതി എന്ന NIA മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയായി SDP മാറണമെന്നും പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടതായി കണ്ടെത്തൽ. ജുഡീഷ്യറിയിലും സൈന്യത്തിലും പോലീസിലും അടക്കം സ്വാധീനം ഉറപ്പാക്കണം. ഇതിലൂടെ ഇസ്ലാമിക് തത്വങ്ങൾ അധിഷ്ഠിതമായ ഭരണഘടന നടപ്പിലാക്കുകയായിരുന്നു പദ്ധതി. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. 3 വിഭാഗങ്ങളായിട്ടായിരുന്നു PFIയുടെ പ്രവർത്തനം. റിപ്പോർട്ടേഴ്സ് വിംഗ്, ആംസ് ട്രെയിനിംഗ് വിംഗ്, സർവീസ് വിംഗ്. ഇതര മതസ്ഥരിലെ പ്രമുഖരുടെ വിവരങ്ങൾ ശേഖരിച്ച കൊലപ്പെടുത്തുകയായിരുന്നു സംഘങ്ങളുടെ ലക്ഷ്യം. 2047 ഇസ്ലാമിക് ഭരണം നടപ്പിലാക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തനങ്ങളെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിൽ മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് 977 പേരുണ്ടെന്നും NIA അറിയിച്ചിരുന്നു. PFIയുടെ നേതൃത്വത്തിൽ കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വർഗീയ കലാപങ്ങളും ഭീകരപ്രവർത്തനവും നടത്തുന്നതിനായി ഗൂഢാലോചന നടത്തിയതായി NIA വ്യക്തമാക്കുന്നു. സമീപകാലത്ത് കേരളത്തിലുണ്ടായ അക്രമ സംഭവങ്ങളിലും കൊലപാതകങ്ങളിലും ഇവരുടെ പങ്ക് കാണാൻ കഴിയുമെന്നും NIA വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാനാവില്ലെന്ന വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ ആവർത്തിച്ച മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ സ്കൂൾ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നു മന്ത്രി വിളിച്ച ചർച്ച. NEP അംഗീകരിക്കണമെന്നാണ് PM ശ്രീ പദ്ധതിയുടെ കാതലെന്നും നിലവിലെ ശുപാർശകൾ അനുസരിച്ച് പദ്ധതി നടപ്പാക്കാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. PM ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരളത്തിനുള്ള 1500 കോടി രൂപ തടഞ്ഞുവെച്ചിരിക്കുകയാണ് കേന്ദ്രം.
കേരളത്തിന് അർഹമായ കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. SFI, ASF, KSU, MSF തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് PM ശ്രീ എന്ന ABVP നേതൃത്വം പ്രതികരിച്ചു. M5 ന്യൂസ് തിരുവനന്തപുരം. വിവിധ വകുപ്പുകളിലെ ക്ലർക്ക് ഒഴിവുകൾ ജൂലൈ 31-നകം PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന വീണ്ടും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ സർക്കുലർ. നിലവിലെ റാങ്ക് പട്ടിക ജൂലൈ 31-ന് റദ്ദാകുന്ന സാഹചര്യത്തിലാണ് സർക്കുലർ പുറപ്പെടുവിച്ചത്. 3 വർഷം പൂർത്തിയാക്കുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനങ്ങൾ കുറവാണെന്നാണ് ആക്ഷേപമുയർന്നിരുന്നു. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് 12,069 നിയമനങ്ങളുണ്ടായപ്പോൾ ഇത്തവണ ഇതുവരെയായി 10,714 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. വിരമിക്കൽ, സ്ഥാനക്കയറ്റം, ഡെപ്യൂട്ടേഷൻ, ദീർഘകാലാവധി എന്നിവയിലുണ്ടാകുന്ന ക്ലർക്ക് ഒഴിവുകൾ PSCയുടെ വേക്കൻസി സോഫ്റ്റ്വെയറിലൂടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സർക്കുലർ. റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ വിവരം ജൂലൈ 30-നകം വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെല്ലിൽ അറിയിക്കണം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണം. വകുപ്പ് മേധാവികളിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതായി വിജിലൻസ് സെൽ ഉറപ്പാക്കണം. സെക്രട്ടേറിയറ്റിലെ ഭരണവകുപ്പ് സെക്രട്ടറിമാർ അവരുടെ കീഴിലെ വകുപ്പുകൾ ഒഴിവുകൾ PSCയെ അറിയിച്ചിട്ടുണ്ടോ എന്നും ഉറപ്പാക്കണം. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. എന്നാൽ ഇത് പതിവ് ഭീഷണിയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ കുറ്റപ്പെടുത്തൽ. M5 ന്യൂസ് തിരുവനന്തപുരം. മേപ്പാടി ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തെന്നും വാഹനത്തിന് കേടുവരുത്തിയെന്നും ആരോപിച്ചാണ് പോലീസ് കേസെടുത്തത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിലെ പാളിച്ചകളും സുരക്ഷിത മേഖലകൾ തിരിച്ച് അശാസ്ത്രീയതയും ചോദ്യം ചെയ്തായിരുന്നു പ്രതിഷേധം. വില്ലേജ് ഓഫീസറെയും തഹസിൽദാരെയും പ്രതിഷേധിച്ച നാട്ടുകാർ തടഞ്ഞിരുന്നു. പിന്നാലെ പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. ദുരന്തബാധിതർക്ക് ഒരു സഹായവും നൽകാതെ സർക്കാർ കേസെടുക്കുന്നുവെന്ന് T. സിദ്ദിഖ് MLA കുറ്റപ്പെടുത്തി. പ്രതിഷേധിക്കുന്നവരെ നിശബ്ദരാക്കാൻ കേസെടുക്കുന്നത് രാഷ്ട്രീയ തീരുമാനമെന്നും സിദ്ദിഖ് പറഞ്ഞു. ഇന്നലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ശക്തമായ മഴ തുടർന്ന് പുന്നപ്പുഴയിൽ മഴവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. വെള്ളം ശക്തമായി കുത്തിയൊഴുകിയതോടെ അട്ടമല ഭാഗത്തുണ്ടായിരുന്ന തൊഴിലാളികളടക്കം പുറത്തേക്ക് എത്തിച്ചിരുന്നു. മഴ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും മുൻകരുതൽ നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപിച്ച് ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലെന്നും ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. M5 ന്യൂസ് വയനാട്. ചൂരൽമലയിലെ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് പാലം വഴിയുള്ള യാത്ര നിരോധിച്ചു. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. ചൂരൽമലയിലെ ബെയിലി പാലത്തിന്റെ തൂണുകൾക്ക് താഴെ നിന്ന് മണ്ണൊലിച്ചു പോയതിനെ തുടർന്നാണ് പാലം വഴിയുള്ള പ്രവേശനം നിരോധിച്ചത്. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത മഴയാണ് 2 ദിവസമായി തുടരുന്നത്. മഴയിൽ പുന്നപ്പുഴയിൽ വലിയ കുത്തൊഴുക്ക് അനുഭവപ്പെട്ടെങ്കിലും നിലവിൽ ജലനിരപ്പ് കുറയുന്നതാണ് റിപ്പോർട്ട്. ബെയിലി പാലത്തിന് സമീപം വെള്ളം കയറിയതിനെ തുടർന്ന് ഏതാനും തൊഴിലാളികൾ കുടുങ്ങിയിരുന്നെങ്കിലും ജലനിരപ്പ് കുറഞ്ഞതിനെ തുടർന്ന് അവർ തിരികെ എത്തി. മുണ്ടക്കയിൽ നിലവിൽ ജനവാസമില്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. M5 ന്യൂസ് വയനാട്. യൂത്ത് ലീഗ് സംഘടനാ കമ്മിറ്റികളിൽ വനിതകൾക്ക് 20% സംവരണം നടപ്പാക്കാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള ആദ്യ യൂണിറ്റ് കമ്മിറ്റി നിലവിൽ വന്നു. കൊടുവള്ളി നിയോജകമണ്ഡലത്തിലെ മടവൂർ CM നഗറിലെ യൂണിറ്റ് സമ്മേളനത്തിലാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത്. പ്രാതിനിധ്യം ഉറപ്പുവരുത്തി നിലവിൽ വന്ന സംസ്ഥാനത്തെ ആദ്യ യൂത്ത് ലീഗ് യൂണിറ്റാണ് മടവൂരിലേത്. റനീഷ് SK പ്രസിഡന്റായ യൂണിറ്റ് കമ്മിറ്റിയിൽ സമീറ ഷമീർ വൈസ് പ്രസിഡന്റും ഫിദ ഗഫൂർ സെക്രട്ടറിയുമാണ്. വനിതാ സംവരണം 2021 മുതലേ യൂത്ത് ലീഗിൽ ചർച്ചയായിരുന്നു. ഈ വർഷം ഏപ്രിലിൽ യൂത്ത് ലീഗ് ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ 20% വനിതാ സംവരണമെന്ന നിർദ്ദേശം സംസ്ഥാനത്തെ കമ്മിറ്റിയും പ്രവർത്തക സമിതിയും അംഗീകരിച്ചതോടെയാണ് സംവരണം യാഥാർത്ഥ്യമാക്കിയത്. യൂണിറ്റ്, പഞ്ചായത്ത്, നിയോജകമണ്ഡലം, ജില്ല, സംസ്ഥാനം എന്നിങ്ങനെ 5 ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സംഘടനയുടെ പ്രവർത്തനം. സംഘടനയിൽ വനിതകൾക്ക് അംഗത്വം നൽകിയിരുന്നെങ്കിലും ഭാരവാഹിത്വം നൽകിയിരുന്നില്ല. അതിനാണിപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. M5 ന്യൂസ് കോഴിക്കോട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ ആദ്യ വിമാനം ബുധനാഴ്ച കരിപ്പൂരിൽ ഇറങ്ങി. 170 തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ കോഴിക്കോടെത്തിയത്. കൊച്ചി എംബാർക്കേഷനിലെ ആദ്യ വിമാനം പുലർച്ചെ 12:30 കണ്ണൂരിലേക്കുള്ള ആദ്യ വിമാനം ജൂൺ 30 വൈകിട്ട് 5:05 എത്തുന്നത്. ഇന്നലെ കരിപ്പൂരിലെത്തിയ ആദ്യ വിമാനത്തിലെ ഹാജിമാർക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകി. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. അഡ്വക്കേറ്റ് PTA റഹീം MLA സംസം വിതരണം ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടകരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നു. വിമാനത്താവളത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് ലഗേജുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിനും ഓരോ തീർത്ഥാടകരും 5 ലിറ്റർ വീതം സംസം നൽകുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിശ്രമത്തിന് പ്രത്യേക ഇരിപ്പിടവും കുടിവെള്ളം, റീഫ്രഷ്മെന്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തു. M5 ന്യൂസ് മലപ്പുറം. ചുരുളി സിനിമയിലെ തെറി ഡയലോഗിനെ കുറിച്ചുള്ള പരാതിക്കും പണം നൽകിയില്ലെന്ന ആരോപണത്തിനും നടൻ ജോജു ജോർജുവിനെതിരെ മറുപടിയുമായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ജോജുവിന് 5 ലക്ഷത്തിലേറെ രൂപ നൽകിയതിന്റെ രേഖകളാണ് ലിജോ പുറത്തുവിട്ടിരിക്കുന്നത്.
സിനിമയിൽ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് ജോജുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നുവെന്നും ചിത്രം ഇതുവരെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ലെന്നും ലിജോ ഫേസ്ബുക്കിൽ കുറിച്ചു. അവസരമുണ്ടായാൽ ചിത്രം ഏതായാലും തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി വ്യക്തമാക്കി. ചിത്രത്തിൽ താൻ തെറി പറയുന്ന പതിപ്പ് അവാർഡിന് മാത്രമേ അയക്കൂ എന്ന് പറഞ്ഞ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്നായിരുന്നു ജോജു ജോർജിന്റെ ഒരു ആരോപണം. സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് തങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ലെന്നും ഭാഷയെക്കുറിച്ച് തങ്കൻ ചേട്ടന് നന്നായി അറിയായിരുന്നുവെന്നും ലിജോ മറുപടി പറഞ്ഞു. ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ പണം ഇതുവരെ തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ജോജു ആരോപണം ഉന്നയിച്ചു. എന്നാൽ ജോജുവിന് 5,40,000 രൂപ കൈമാറിയതിന്റെ ബാങ്ക് വിവരങ്ങളും ലിജോ പുറത്തുവിട്ടു. എന്റർടൈൻമെന്റ് ഡെസ്ക് M5 ന്യൂസ്. ചുരുളി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം ചൂടുപിടിക്കുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മറുപടിയുമായി ജോജു ജോർജ് രംഗത്ത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിത്രത്തിൽ അഭിനയിക്കില്ലായിരുന്നുവെന്ന് ജോജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തന്റെ തെറി സംഭാഷണം വെച്ചാണ് സിനിമ മാർക്കറ്റ് ചെയ്തത്. ചുരുളിയിൽ അഭിനയിക്കരുതെന്ന് മകൾ പറഞ്ഞു. ലിജോയുമായുള്ള സൗഹൃദം കൊണ്ടാണ് ചുരുളി ചെയ്തതെന്നും ജോജു കൂട്ടിച്ചേർത്തു. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജീവനക്കാരായിരുന്ന വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. സാമ്പത്തിക ക്രമക്കേട് നടന്നതിന് തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ട് ശരിവച്ചാണ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയത്. 3 ജീവനക്കാരും അന്വേഷണവുമായി സഹകരിച്ചില്ലെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും. അതേസമയം ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന കേസ് നിലനിൽക്കില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ തന്നെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു. 3 ജീവനക്കാരുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് പ്രധാന തെളിവായത്. എന്നാൽ ദിയ നികുതി വെട്ടിപ്പ് നടത്താനാണ് പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നായിരുന്നു ജീവനക്കാരുടെ വാദം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ 1 വർഷമായി ഓഡിറ്റ് നടത്തിയിരുന്നില്ലെന്നും 69 ലക്ഷം തിരിമറി നടത്തിയെന്ന പരാതി വ്യാജമാണെന്നുമാണ് വനിതാ ജീവനക്കാരുടെ വാദം. അതേസമയം ജീവനക്കാർ 64 ലക്ഷം രൂപ സ്ഥാപനത്തിൽ ക്രമക്കേട് നടത്തിയതിന്റെ തെളിവുകൾ സഹിതം പോലീസ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കും. M5 ന്യൂസ്, തിരുവനന്തപുരം. തൃശൂരിൽ അമ്മയും മകനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബസ്സിലിടിച്ച് മകൻ മരിച്ചു. പൂങ്കുന്ന് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. രാവിലെ 8 മണിയോടെ തൃശൂർ MG റോഡിലാണ് അപകടമുണ്ടായത്. കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. തൃശൂർ MG റോഡിലാണ് സംഭവം. സ്കൂട്ടറിൽ അമ്മയോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ കുഴി കണ്ട് വാഹനം വെട്ടിച്ചപ്പോൾ വാഹനം മറിയുകയായിരുന്നു. റോഡിൽ വീണ യുവാവിന്റെ ദേഹത്ത് കൂടി ബസ് കയറിയിറങ്ങി അമ്മ പത്മിനിയെ പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ വജ്ര ജൂബിലി ആഘോഷം തിരുവനന്തപുരത്ത് നടന്നു. അധ്യാപകൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ വജ്ര ജൂബിലി സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു. അധ്യാപക ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പാവപ്പെട്ട ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളം കൊടുക്കാതെ ബുദ്ധിമുട്ടിലാഴ്ത്തുകയാണെന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ IT ടീമിനും PSC മെമ്പർമാർക്കും മാത്രമാണ് ലക്ഷങ്ങൾ സാലറി നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഭരണ ചരിത്രത്തിൽ ഏറ്റവും വലിയ അവഗണനയെ നേരിടുന്ന ഒരു കാലം. ഇത്രമാത്രം സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും അവഗണന കാണിച്ചൊരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി നൽകാനുള്ളത്, ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി നൽകാനുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. 1 ലക്ഷം കോടി രൂപ. DA കുടിശ്ശിക. കേരളം ഇന്ത്യയിൽ വിലക്കയറ്റത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് DA കുടിശ്ശിക നൽകാത്തത്. എന്തിനാ DA എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ആ വിലക്കയറ്റത്തെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് DA. കേരളത്തിൽ വിലക്കയറ്റം രൂക്ഷമായ തോതിൽ വർദ്ധിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, മാർക്കറ്റ് ഇന്റർവെൻഷൻ ഇല്ല. മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ടത് സപ്ലൈകോയാണ്. സപ്ലൈകോയിൽ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട്, പക്ഷേ സബ്സിഡൈസ് ഐറ്റംസ് ഒന്നുമില്ല. ഒരു സാധനമില്ല. കോടികളാണ് സപ്ലൈകോയുടെ വിതരണക്കാർക്ക് കൊടുക്കുന്നത്. ആശുപത്രികളിൽ മരുന്നില്ല. ഉണ്ടോ? കാരണം മരുന്ന് സപ്ലൈ ചെയ്യുന്ന മരുന്ന് വിതരണ കമ്പനികൾക്ക് കൊടുക്കാനുള്ള കോടികളാണ്. കാരുണ്യ പദ്ധതി, കാർഡ് കിട്ടില്ല ആളുകൾക്ക് ആശുപത്രിയിൽ ചെന്നാൽ. നിങ്ങൾക്കറിയാം, ഫിനാൻസ് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർക്കറിയാം, ക്ഷേമനിധി ബോർഡുകളെല്ലാം തകരുകയാണ് ഇല്ലേ? എപ്പോഴും ഫിനാൻസിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവില്ലേ? ക്ഷേമനിധി ബോർഡുകൾ ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഒരു 6 എണ്ണം തകർച്ചയിലാണ്.
കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 22-23 മാസമായി ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് ഗവൺമെന്റ് 2500 കോടി രൂപയാണ് ഇതിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ കൂടാതെ ഈ ജീവനക്കാർ അവരുടെ കഠിനാധ്വാനത്തിന്റെ കോൺട്രിബ്യൂഷൻ കൂടി കൊടുത്തിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് പോലും അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിക്ക് മാത്രമാണ് അധിക ചെലവുകൾ ഉള്ളതെന്നും ഈ ദുർഭരണത്തിനൊരു മാറ്റം വരണമെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വരണമെന്നും അതിന് പൂർണ്ണ പിന്തുണ നൽകണമെന്നും VD സതീശൻ പറഞ്ഞു. M5 ന്യൂസ്, തിരുവനന്തപുരം. നിലമ്പൂരിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാണിയമ്പുഴ നഗറിലെത്തിച്ചു. നിയുക്ത MLA ആര്യടൻ ഷൗക്കത്തും പോലീസ്, ഫയർഫോഴ്സ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡിങ്കി ബോട്ട് തകരാറായതിനെ തുടർന്ന് കാട്ടിൽ കുടുങ്ങി. ഇന്നലെയാണ് കൂൺ ശേഖരിക്കാൻ വീടിന് സമീപത്തെ കാട്ടിലേക്ക് പോയ 49-കാരൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാവിലെ കാട്ടിലേക്ക് പോയ ഇയാളെ കാണാതായതിനാൽ ബന്ധുക്കൾ 4 മണിയോടെ അന്വേഷിച്ച് പോയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് ഫയർഫോഴ്സും പോലീസും വാണിയമ്പുഴ നഗറിന്റെ മറുകരയിലെത്തിയെങ്കിലും കനത്ത മഴയും പുഴയിലും ജലനിരപ്പും കാരണം പുഴ മുറിച്ചു കടക്കാൻ സാധിച്ചിരുന്നില്ല. പുഴ മുറിച്ചു കടക്കാൻ ശ്രമിച്ച നിലമ്പൂർ അഗ്നിരക്ഷാസേനയുടെ ഡിങ്കി ബോട്ട് നിയന്ത്രണം തെറ്റി 500 മീറ്റർ അധികം ഒഴുകിപ്പോയിരുന്നു. തുടർന്ന് തുരുത്തിലകപ്പെട്ട ഇവരെ RTRF, നിലമ്പൂരിലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്, തിരുവാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സ്, നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് ഏറെ സാഹസികമായിട്ടാണ് രാത്രി 11 മണിയോടെ രക്ഷപ്പെടുത്തിയത്. നിയുക്ത MLA ആര്യടൻ ഷൗക്കത്ത്, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു മെമ്പർമാർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. M5 ന്യൂസ്, മലപ്പുറം. ഇനി സ്പോർട്സ്. കേരള ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ 2ാം പതിപ്പിന് മുന്നോടിയായി ഫ്രാഞ്ചൈസി മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടന്നു. ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 7 വരെ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ലീഗിന് മുന്നോടിയായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിപുലമായ രീതിയിൽ റോഡ് ഷോ നടത്താനും KCA തീരുമാനിച്ചു. ഇത്തവണ സഞ്ജു സാംസൺ ഉൾപ്പെടെ നിരവധി താരങ്ങളും ലീഗിൽ കളിക്കുമെന്ന് KCA സെക്രട്ടറി വിനോദ് M5 ന്യൂസിനോട് പറഞ്ഞു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് പെരുമഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ കക്കയം ഡാമിലെ ജലനിരപ്പ് കുതിച്ചുയർന്നതോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിലെ അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിടുമെന്നും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അതേസമയം സംസ്ഥാനത്താകെ പെരുമഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ള റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം ഗവർണറെ നിലപാട് അറിയിച്ച് മുഖ്യമന്ത്രി. ഗവർണർക്ക് കത്ത് നൽകി. വിഷയത്തിൽ മുഖ്യമന്ത്രി ആദ്യം മൗനത്തിന്റെ വാഗ്മീതിയായിരുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം സർക്കാരിനെതിരെയുള്ള ജനവിധിയാണെന്ന് പറയാനാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉപതെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദന് പരോക്ഷ വിമർശനം. 2047 ഇസ്ലാമിക് ഭരണഘടന, ജുഡീഷ്യറിയിലും സായുധ സേനകളിലും സ്വാധീനം, PFIയുടെ പദ്ധതി വിവരങ്ങൾ ലഭിച്ചെന്ന് NIA. സംസ്ഥാനത്ത് മഴ കനയ്ക്കുന്നു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. ചൂരൽമലയിലെ ബെയിലി പാലത്തിന്റെ സംരക്ഷണമത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം രൂപപ്പെട്ടതിനെ തുടർന്ന് പാലം വഴിയുള്ള യാത്ര നിരോധിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.